ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്പാറ്റുല മാത്രം യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ വാനില സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 1 kg തൂക്കം വരുന്നൊരു കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ലെയറായിട്ട് സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ബേസിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ഐസിങ് ഞാൻ കുറച്ചൊരു സ്പീഡപ്പ് ആയിട്ടാണ് കാട്ടുന്നത്. കാരണം ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഐസിങ് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രീം കേക്കാണ്. പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ലെയറിലേക്ക് കുറച്ച് മാംഗോ ട്രഫിൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 3 ലെയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മീതേക്ക് കേക്കിന് ആവശ്യമായ ഫുള്ള് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. വേറെ ക്രീമൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ക്രീം വെച്ചതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം ക്രീം എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ ലെയർ നമുക്കൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി എക്സ്ട്രാ വരുന്ന ക്രീം സൈഡിലോട്ട് ആയിക്കോളും. ഇങ്ങനെ മുകൾ ഭാഗം നല്ല ലെവലാക്കി കൊടുക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന ക്രീം സൈഡിലോട്ട് ആയിക്കോളും. അപ്പോൾ സൈഡിലും ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സ്പീരിയൻസിൽ കൂടിയേ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് പോലെ മുകളിൽ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിലും ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കേക്കിൻ്റെ ക്രംസ് ഒന്നും ക്രീമിലോട്ട് ആവാതെ കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടില്ല ഒറ്റയടിക്ക് തന്നെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ ക്രീം വെച്ചിട്ടുള്ളൂ. ആ ഒരു ക്രീം വെച്ചിട്ടാണ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കേക്ക് ഐസിങ്ങും ഡെക്കറേഷനും ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്പാറ്റുല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ സ്ക്രാപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്പാറ്റുല വെച്ചിട്ട് തന്നെയാണ് സൈഡിലും അരികത്തൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്ത് നല്ല സെറ്റായ കേക്കിൽ ഡിസൈൻ ചെയ്തെടുത്താലേ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ബ്ലൂ കളറും പിങ്ക് കളറുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഫ്ലവർ ഡിസൈൻ ചെയ്യാനായിട്ട് ക്രീം എടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ക്രീം വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇതിനായിട്ട് ജെൽ കളർ യൂസ് ചെയ്യണേ കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പാറ്റുല വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്പാറ്റുല ക്രീമിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഫ്ലവർ ഡിസൈൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതളുകൾ കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 5 ഇതൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് അത് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം. ഇപ്പോൾ ആദ്യത്തെ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്യാം. മുകൾ ഭാഗം ചെയ്തെടുക്കാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല, വളരെ സിമ്പിളായിരിക്കുള്ളൂ. പക്ഷേ സൈഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആ ഒരു പൊസിഷൻ വെച്ച് നോക്കിയിട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള ഡിസൈനും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതളുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ തണ്ട് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ഞാനപ്പോൾ ആദ്യം തണ്ട് മാത്രമായിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് ഫ്ലവറാക്കി തന്നെ വീണ്ടും ചെയ്തെടുത്തു. ഇനി ഈ ഫ്ലവർ ഡിസൈൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട് വരും. ഞാനിപ്പോൾ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് വലിയൊരു സ്പാറ്റിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ സ്പാറ്റില ഉണ്ടെങ്കിൽ ചെറിയ ഫ്ലവേഴ്സായിട്ടും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്ലവർ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുക്കായിട്ട് കുറച്ച് ഷുഗർ പേൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഡിസൈനാണിത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്